ഏറെ വേദനാജനകവും ഞെട്ടിപ്പിക്കുന്നതുമായ വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും പോകുന്നത്. അല്പം മുമ്പ് അജിംഷാദ് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവച്ചു. അതുതന്നെയാണ് നൂൺ റൗണ്ടപ്പിലും നമ്മൾ കൂടുതലായി കാണാൻ പോകുന്നത്. മാനന്തവാടിയിൽ കടുവ ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടു. വനംവകുപ്പ് താൽക്കാലിക വാച്ചർ അപ്പച്ചൻ്റെ ഭാര്യ ശാന്തയാണ് മരിച്ചത്. മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിലാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത്. മൃതദേഹം വനത്തിൽ നിന്നും പ്രിയദർശിനി എസ്റ്റേറ്റ് ഓഫീസിന് മുന്നിൽ എത്തിച്ചു എന്നുള്ളതാണ് വരുന്ന പുതിയ വിവരം. കടുവയെ വെടിവെക്കാൻ ഉത്തരവിട്ടു വനം മന്ത്രി. അതും അല്പം മുമ്പ് സംഭവിച്ചു. ആ വിവരങ്ങളും നമ്മൾ കണ്ടതാണ്. കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത്. റൗണ്ടപ്പ് അനൂപ് ചേരുന്നു. അനൂപ്, രാവിലെയായിരുന്നു ഈ സംഭവം അല്ലേ? അതെ, ഈ ദാരുണമായ സംഭവം നടന്ന് ഇപ്പോൾ അവിടെ ഒരു പ്രതിഷേധം ആ സ്ഥലത്ത് നിൽക്കുകയാണ്. അവിടെ നിന്ന് മൃതശരീരം മാറ്റാൻ ഇപ്പോൾ ആ സംഭവ സ്ഥലത്ത് നിന്ന് ആ വനമേഖലയോട് ചേർന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ മൃതദേഹം മാറ്റിയിട്ടുണ്ട്. എന്നാൽ അത് പ്രിയദർശിനി എസ്റ്റേറ്റ് മുന്നിലേക്കാണ് ഇപ്പോൾ നാട്ടുകാർ എത്തിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് കൊണ്ടുപോകാൻ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുകയാണ് നാട്ടുകാർ. അതൊരു വലിയ പ്രതിഷേധമായി അവിടെ വരികയാണ്. ഏതായാലും ഈ കടുവ ഈ പ്രദേശത്ത് ഉണ്ട് എന്നുള്ളൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ പിടികൂടാനുള്ള നടപടികൾ ഇപ്പോൾ വനംവകുപ്പ് സ്വീകരിച്ചു വരികയാണ്. പ്രദേശത്തെ കടുവയുടെ സാന്നിധ്യം നേരത്തെയും ഉണ്ടായിരുന്നു. പല നാട്ടുകാരും അവിടെ കടുവയെ കാണുകയും മറ്റും ചെയ്തിരുന്നു. പ്രിയദർശിനി തോട്ടം മേഖലയ്ക്ക് തൊട്ട് സമീപത്താണ് ഇവരുടെ ഈ സ്ഥലം. അവിടെ കാപ്പി പറിക്കുന്നതിനിടെയാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത്. തൊട്ടടുത്തുള്ള കാട്ടിൽ നിന്ന് ഈ പ്രദേശത്തേക്ക് കടുവ എത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രദേശത്ത് നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇപ്പോൾ മന്ത്രി ഒ.ആർ. കേളു ഉൾപ്പെടെ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ അവിടേക്ക് എത്തുകയും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഈ സ്ഥലത്തുണ്ട്. നോർത്ത് വയനാട് DFO മാറ്റിൻ ദായൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്ഥലത്തുണ്ട്. പെട്ടെന്ന് തന്നെ ഇപ്പോൾ വനമന്ത്രിയുടെയും മറ്റും നിർദ്ദേശം അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആ സ്ഥലത്ത് വലിയൊരു ആശങ്ക പരിഹരിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ നടക്കുന്നത്. ഏതായാലും വനംവകുപ്പിന്റെ RRT ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അനൂപ്, കടുവയെ വെടിവെക്കാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്നുള്ളത് കൂടി പുതിയ വിവരമായി വരുന്നുണ്ടല്ലോ അനൂപ്. അതെ, അത് മന്ത്രിതല നിർദ്ദേശമാണ്. ഇപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വനംവകുപ്പിനോട് അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടങ്ങാൻ. സ്വാഭാവികമായും ഇത്തരത്തിലൊരു ആക്രമണ സംഭവം ഉണ്ടായാൽ, മനുഷ്യന് ജീവഹാനി ഉണ്ടായാൽ, അപായം സംഭവിച്ചാൽ അത് പ്രാഥമികമായും വനംവകുപ്പ് സ്വീകരിക്കേണ്ട നടപടികളുണ്ട്. അതിന്മേലുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ വനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ വനമന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമന്ത്രി മയക്കുവെടി വെച്ച് പിടികൂടുക അല്ലെങ്കിൽ കടുവയെ പിടികൂടുക എന്നതിലേക്ക് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനാണ് മന്ത്രിതല നിർദ്ദേശം അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കൂ. റേഞ്ച് പോകുന്നുണ്ട്. പറയുന്നത് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആകേണ്ടതുണ്ട്. ഈ ഭാഗം ഇപ്പോൾ സംസാരിച്ചത് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം അനൂപ് പറഞ്ഞു വന്നത് കാപ്പിത്തോട്ടത്തിൽ വെച്ചാണ്, കാപ്പിക്കുരു പറിക്കുന്നതിനിടെയാണ് കടുവ ആക്രമിച്ചത് എന്നുള്ളതാണ്. ഇവർക്കൊപ്പം മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ, അതോ ഇവർ ഒറ്റയ്ക്കായിരുന്നോ? അതായത് ഇവരുടെ തന്നെ സ്ഥലത്ത് നിന്ന് കാപ്പിക്കുരു പറിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇവരുടെ വീട്ടിൽ നിന്നും തൊട്ട് സമീപത്താണ് ഈ സ്ഥലമുള്ളത്. അതിനോട് തൊട്ട് ചേർന്നിട്ടാണ് നമുക്കറിയാം ഈ പ്രിയദർശിനി എന്ന് പറയുന്നത്, പ്രിയദർശിനി തോട്ടം എന്ന് പറയുന്നത് സർക്കാർ ഉടമസ്ഥതയിൽ ആദിവാസികളുടെ തൊഴിൽ സുരക്ഷത്തിന് വേണ്ടി ആവിഷ്കരിച്ച ഒരു പദ്ധതിയുടെ ഭാഗമാണ് പ്രിയദർശിനി തേയിലത്തോട്ടം. അതിന് ആ സ്ഥലത്തിന് തൊട്ട് സമീപത്താണ്. ഇത് വനമേഖലയാണ്, വനത്തിന് തൊട്ട് ചേർന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വന്യമൃഗ ആക്രമണങ്ങൾ പതിവുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ പ്രദേശം. കടുവ ഉൾപ്പെടെയുള്ളവയുടെ സാന്നിധ്യം നേരത്തെ കണ്ടതും സ്ഥിരീകരിച്ചതും നാട്ടുകാർ കാണുകയും ഒക്കെ ചെയ്യുന്ന പ്രദേശമാണ്. മുൻപും കടുവയുടെ ആക്രമണം ഉണ്ടായിട്ടില്ലെങ്കിൽ വന്യമൃഗ ശല്യവും അതുമായി ബന്ധപ്പെട്ടുള്ള ആക്രമണങ്ങളും ഏതായാലും ഇവിടെ ഈ പ്രദേശത്ത് നേരത്തെ അനൂപ് പറഞ്ഞ പോലെ ഈ പ്രദേശം വന്യമൃഗ ശല്യം കാര്യമായി അതിൻ്റെ ഒരു ഭീഷണി ഉള്ള സ്ഥലമാണ്. വനത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. പ്രിയദർശിനി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് തന്നെ ആദിവാസികളുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു എസ്റ്റേറ്റ് സംവിധാനം. അതിന് തൊട്ടടുത്താണ്, വനത്തോട് വളരെ അധികം ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഇവരുടെ തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇവരുടെ തന്നെ പ്രദേശത്ത് ഭൂമിയിൽ കാപ്പി കുരു പറിക്കുന്നതിനിടയിലാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത്. മുൻപും ഈ പ്രദേശത്ത് കടുവയെ കണ്ട വിവരങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ? ആ പ്രിയദർശിനി എസ്റ്റേറ്റിൽ തന്നെ സമീപ മേഖലകളിൽ കടുവയുടെ സാന്നിധ്യം സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ സ്ഥിരീകരണം ഉള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ആ പ്രദേശത്തുള്ളവർ കടുവയെ കണ്ടതായാണ് ഏതായാലും പറയുന്നത്. ആ കടുവ തന്നെയാണ് ഒരാളെ ആക്രമിച്ച് കൊല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്ന് സംബന്ധിച്ച് നാട്ടുകാർ ചില സൂചനകൾ നൽകുന്നുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ഒക്കെ ഉള്ളൊരു പശ്ചാത്തലമാണ് ഈ കടുവയെ പിടികൂടാനുള്ള തീരുമാനത്തിന്റെ പിന്നിൽ. ഏതായാലും വനംവകുപ്പ് ആ വിധത്തിലുള്ള ശ്രമങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്.